അമ്മായിച്ചനെ സംരക്ഷിക്കാൻ മരുമകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റെല്ലാവരും ഊമകളായിരുന്നു. ഈ ചോദ്യമാണ് കൊല്ലത്ത് വെച്ച് നടന്ന CPIM-ന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും ഉയർന്നു വന്നത്. പ്രതിപക്ഷോ ജനരോക്ഷവും മുഖ്യമന്ത്രിക്കെതിരെ ആളിക്കത്തുമ്പോഴും റിയാസ് ഒഴികെ മറ്റു മന്ത്രിമാർ എന്ത് നോക്കി നിൽക്കുമായിരുന്നു എന്നതായിരുന്നു സമ്മേളനത്തിന്റെ കാതലായി മാറിയത്. സമ്മേളന വേദിയിൽ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് പഴിയാണ് സമ്മാനം കിട്ടിയതെങ്കിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയത് കയ്യടിയായിരുന്നു. CPM-ന്റെ സംയുക്ത ചേരികളിൽ പ്രബലരായ കണ്ണൂർ ലോബിയുടെ ആധിപത്യത്തിനെ കൊല്ലം സംസ്ഥാന സമ്മേളനം ചോദ്യം ചെയ്യപ്പെട്ടു. പാർട്ടി അധികാര സ്ഥാനങ്ങളിൽ കണ്ണൂരിന് പ്രത്യേക സംവരണമുണ്ടോ എന്ന് പ്രതിനിധി സമ്മേളന വേദിയിൽ ഒരു റിപ്പോർട്ടിൽ ചർച്ചയ്ക്കിടെ ഒരംഗം ചോദ്യമുയർത്തുകയുണ്ടായി. അതോടെയാണ് സമ്മേളനം അങ്കലാപ്പിലായി മാറിയതും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് കണ്ണൂർ ലോബിക്കെതിരെ ഉയർന്ന വിമർശനം മുൻപ് ഉണ്ടായിട്ടില്ലാത്തതാണ്. അതായത് CPIM-ന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ചോദ്യമാണ് ഇതെന്ന് ഓർക്കണം. മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന നിയമനങ്ങൾ എന്നിവയെല്ലാം കണ്ണൂരുകാർക്ക് മാത്രമായി ലഭിച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പത്തനംതിട്ടയിൽ നിന്നുമുള്ള പ്രതിനിധി PV ഹർഷകുമാർ ആയിരുന്നു ഇക്കാര്യം വിശദമായി പുറത്തു പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദന്റെ പ്രതികരണങ്ങൾ പലപ്പോഴും പാളി എന്നാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു വിമർശനം. ADM നവീൻ ബാബുവിനെ മരണത്തിനിടയാക്കിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പെരുമാറ്റം പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയെന്നും പത്തനംതിട്ടയിൽ നിന്നുമുള്ള പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. വ്യവസായ വളർച്ചയ്ക്ക് പിന്നാലെ പോകുമ്പോൾ കയർ, നെസ്, കശുവണ്ടി പരമ്പരാഗത മേഖലയ്ക്ക് ഒന്നും നൽകുന്നില്ല എന്നുകൂടി പറഞ്ഞു. അങ്ങനെ മൊത്തത്തിലൊരു വിമർശനത്തിന്റെ ഭാണ്ഡമായിരുന്നു സമ്മേളനം ഇന്നലെ ഇറക്കി വെച്ചത്. പാർട്ടി കെട്ടിപ്പടുത്ത തൊഴിലാളികളെ മറക്കരുത് എന്നും കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ കുറ്റപ്പെടുത്തുക കൂടിയുണ്ടായി. MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള 8 മണിക്കൂർ ചർച്ചയിൽ 530 സമ്മേളന പ്രതിനിധികളിൽ 47 പേർ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ വാമൂടി മിണ്ടാതിരിക്കുന്ന മന്ത്രിമാർക്ക് ചെവി പൊട്ടുന്ന രീതിക്കായിരുന്നു ചീത്തക്കെട്ടത്. മന്ത്രിമാരാരും ശരിയല്ല എന്ന് വിലയിരുത്തുന്ന സമ്മേളനം മന്ത്രിമാരുടെ മറ്റു പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് മനഃപൂർവ്വം നടിക്കുക കൂടി ചെയ്തിരുന്നു. സത്യത്തിൽ ഈ നടന്ന സംഭവം സമ്മേളനമായിരുന്നോ അതോ മുഖ്യമന്ത്രിയുടെ വെള്ളപൂശലായിരുന്നോ എന്ന സംശയത്തിലാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. ഇപ്പോൾ റിയാസിനെ പിന്തുണച്ച മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞിട്ടുള്ള പാർട്ടി നടപടി യഥാർത്ഥത്തിൽ ചെന്നെത്തി നിൽക്കുന്നത് എന്തിലേക്കാ? അടുത്ത മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ റിയാസിനൊരു കസേര അതുറപ്പാണെന്ന് ഈ കാര്യം തെളിയിക്കുകയാണ്. പാർട്ടി വഴി മുഖ്യൻ മരുമോനൊരു കസേര പിൻവാതിൽ നിയമനത്തിലൂടെ മേടിച്ചെടുത്തു എന്നും ഈ സമ്മേളനത്തിന്റെ ഘട്ടം കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും.